ഇതാണ് നജീബിക്കയുടെ വീടിനുള്ളിലേക്ക് കടന്നു പോകുന്ന ആ ഒരു സ്പേസ്. നജീബ് എന്ന വ്യക്തി അല്ലെങ്കിൽ നജീബ് എന്ന പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയും അതുപോലെ തന്നെ നോവലും എന്താണ് സമ്മാനിച്ചത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് അതൊന്നും ഉത്തരം പറയാനായിട്ട് പറ്റില്ല. ഇനി ഇപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളെല്ലാവരും ഈ ചാനലുകാരും മറ്റവരെല്ലാവരും വന്ന് കണ്ടല്ലേ, എല്ലാവരും അവരുടെ വാക്കുകളാണ് ഞങ്ങൾക്ക് വരുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്കുള്ളൂ. കാരണം എവിടെങ്കിലും ഇനി എനിക്ക് ഒരു 2-3 സെന്റ് സ്ഥലം ഒരു വഴി റോഡിലോട്ട് കയറുന്ന ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഒരു വലിയ ഇതായിട്ടൊന്നും ജീവിക്കണമെന്നില്ല. ഇത് നമ്മുടെ സ്വന്തം പണി ചെയ്ത് ഞാൻ ജീവിച്ചു പോകുന്നു. പക്ഷെ നിങ്ങളിപ്പോ കണ്ടല്ലോ ഇവരുടെ ഇതേപോലെ എല്ലാവരുടെയും വാക്കുകളാണ് വരുന്നത്. നമ്മളോടൊക്കെ അത്രയ്ക്ക് സ്നേഹം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ വന്ന ആൾക്കാരെല്ലാം അവരുടെ വാക്കുകൂടെ വന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അടുത്ത് ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. അവരൊക്കെ എൻ്റെ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. അതുകൊണ്ട് ആരും ഒന്നും പറയത്തില്ല. മരണം വരെയും പോകാൻ പറ്റും. എന്നാലും നമുക്കെന്നാലും ഒരു മനസാക്ഷി വേണ്ടേ? ഒരുത്തരുടെ മുറ്റത്തൂടെ ഇത്രയും ആൾക്കാരുമായിട്ട് എന്നും ഇങ്ങനെ പോകും വരികയും ചെയ്യുന്നത് അതൊരു വലിയൊരു ഇതാണ് എനിക്ക്. നമ്മളിപ്പോൾ ഉള്ളത് നജീബിക്കയുടെ വീടിന് മുന്നിലായിട്ടാണ്. വീടിന് മുന്നിൽ എന്ന് പറഞ്ഞാൽ കുറച്ചങ്ങോട്ട് നടക്കണം. പ്രവാസ ജീവിതം ആരംഭിക്കാൻ വർഷങ്ങൾക്ക് മുൻപ് നജീബിക്കയെ പ്രേരിപ്പിച്ച ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സ്വന്തമായി ഒരു വീട് എന്ന ലക്ഷ്യമായിരുന്നു. ആ ഒരു ലക്ഷ്യം അദ്ദേഹം സാധിക്കുകയും ചെയ്തു. പക്ഷേ എന്നാൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചെറിയൊരു വിങ്ങലുണ്ട്, ഒരു വിഷമമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു നടപ്പാത വീടിനുള്ളിലേക്ക് കയറുന്നതിന് വേണ്ടി ഇല്ല. അതായത് മറ്റ് വീട്ടുകാരുടെ, അതായത് അയൽവാസികളുടെ നല്ല മനസ്സുകൊണ്ടാണ് വീട്ടിലേക്ക് നടന്നു പോകുവാനായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് സാധിക്കുന്നത്. ആ ഒരു വീട്ടിലേക്ക് കടന്നു പോകാനുള്ള വഴി ഇപ്പോഴും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിന് വളരെയധികം വിഷമമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഇതാണ് നജീബിക്കയുടെ വീടിനുള്ളിലേക്ക് കടന്നു പോകുന്ന ആ ഒരു സ്പേസ്. അതായത് 2 വീട്ടുകാർ അപ്പുറം ഇപ്പുറം ഉണ്ട്. ആ 2 വീട്ടുകാരുടെയും നല്ല മനസ്സുകൊണ്ട് ചെറിയ രീതിയിൽ നടന്നു പോകാനുള്ള ഒരു വഴി അവർക്ക് നൽകിയിരിക്കുകയാണ്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു മലയാളി എന്നുള്ള നിലയിൽ, മലയാളി പോട്ടെ, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഏറ്റവും എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് വീട്ടിലേക്ക് നടന്നു പോകാനായിട്ടുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത്. ആ ഒരു സ്പേസാണ് അദ്ദേഹത്തിന് ഇപ്പോഴില്ലാതിരിക്കുന്നതും അദ്ദേഹം ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതും. അപ്പം നജീബിക്കാൻ്റെ ഈ ഒരു വീട് നമ്മൾ കണ്ടല്ലോ. ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും 4 വശവും മതിലുകളാൽ ചുറ്റപ്പെട്ട് അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം വീടുകളും ഒക്കെ ഉണ്ട്. അപ്പം ഇവിടെ ഒരു സ്പേസ് ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. ഇതുവഴിയായിരുന്നു മുൻപൊക്കെ നടന്നു പോയിരുന്നതെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ നമ്മൾ കയറി വന്ന ആ ഒരു ഭാഗം മാത്രമാണ് ഇറങ്ങി പോകുവാനും കയറി വരുന്നതിനും വേണ്ടി ഇപ്പോൾ ഒരു നടപ്പാത എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചു വരുന്നത്. നജീബിക്കയെ സംബന്ധിച്ചിടത്തോളം നജീബിക്ക ഒരു മനുഷ്യനോട് പോലും മുഖം കറുത്ത് ഒരു വാക്ക് പോലും പറയുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല, പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സ്നേഹത്തോടു കൂടി ഈ അയൽവാസികൾ നടന്നു പോകുന്നതിന് വേണ്ടി ആ ഒരു പെർമിഷൻ ഈ ഒരു കുടുംബത്തിന് കൊടുത്തിരിക്കുന്നത്. ആടുജീവിതം നോവലായിട്ടുണ്ട്, സിനിമയായി. ഇത് രണ്ടും വളരെയധികം വിജയകരമായിട്ട്, വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്ന 2 കാര്യങ്ങളാണ്, 2 മേഖലകളാണ്. എന്നാൽ പോലും നജീബ് എന്ന വ്യക്തി അല്ലെങ്കിൽ നജീബ് എന്ന പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയും അതുപോലെ തന്നെ നോവലും എന്താണ് സമ്മാനിച്ചത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് അതൊന്നും ഉത്തരം പറയാനായിട്ട് പറ്റില്ല. അദ്ദേഹം തന്നെ അതിനുള്ള ഉത്തരം നൽകേണ്ടതാണ്. ഒപ്പം തന്നെ എല്ലാവരും ഈ ഒരു സിനിമയാണെങ്കിലും നോവലാണെങ്കിലും ഇത്രയും അധികം സക്സസ്ഫുൾ ആയപ്പോഴേക്കും ഒരുപാട് മീഡിയാസും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. ഇൻ്റർവ്യൂസിനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് അറിയുന്നതിനും വേണ്ടി ഒരുപാട് പേര് അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. നമ്മളും കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ പോലും ഒരു മനുഷ്യനോട് പോലും എന്നെക്കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് തരാൻ പറ്റില്ല എന്നുള്ള ഒരു വിമിഷ്ടവും കൂടാതെ, ഒരു മനോഭാവവും കാട്ടാതെ എല്ലാവർക്കും മുന്നിലും ശരി നിങ്ങൾ വന്നോളൂ, ഞാൻ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ഇൻ്റർവ്യൂ തന്നിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കാനായിട്ട് തൻ്റെ സമയം പോലും, ജോലിക്ക് പോകേണ്ട സമയം പോലും മാറ്റിവെച്ച് നമുക്ക് വേണ്ടി സമയം കണ്ടെത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നജീബിക്ക. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം നമ്മൾ എടുത്തു പറയുന്നത്. അദ്ദേഹം ഒരു മനുഷ്യനോട് പോലും മുഖം കറുത്ത് സംസാരിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല എന്ന് നമ്മൾ എടുത്തു പറയാനുള്ള കാരണവും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഇപ്പം ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ഫാമിലീസ്, 2 അയൽവാസികൾ ഇങ്ങനെ ഒരു നടപ്പാത അവർക്ക് വേണ്ടി, ആ ഒരു കുടുംബത്തിന് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നജീബിക്കയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു സ്വപ്നം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു വഴിയുള്ള ഒരു വീട് വെക്കുക, അല്ലെങ്കിൽ വഴിയോട് കൂടിയ ഒരു വീട് സ്വന്തമാക്കുക എന്നുള്ളത് തന്നെയാണ്.
നമ്മൾ ഒരുപാട് പ്രവാസികളുടെ ഒരുപാട് സ്റ്റോറീസ് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. എല്ലാ സ്റ്റോറീസും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സസ്ഫുൾ സ്റ്റോറീസാണ്. എല്ലാവരും വളരെയധികം പ്രവാസ ജീവിതം നയിച്ച് വിജയിച്ച് വന്ന് കുടുംബത്തിനെയും കുടുംബക്കാരെയും എല്ലാം സന്തോഷിപ്പിക്കുകയും ആർഭാടത്തിലേക്കും അതുപോലെ തന്നെ വിജയം കൈവരിച്ചിട്ടുള്ള ആളുകളുടെ ജീവിതങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും. എന്നാൽ അതിൽ നിന്നെല്ലാം എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു നജീബിക്കയുടേത്. ഒരുപാട് സഹനത്തിൻ്റെയും ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും എല്ലാം അതുപോലെ തന്നെ കഷ്ടപ്പാടുകളുടെയും എല്ലാം ജീവിതമായിരുന്നു നജീബിക്കയുടേത്. പാതി വഴിയിൽ ഈ ജീവിതം തന്നെ ഉപേക്ഷിച്ചാലോ എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും തോന്നിയിട്ടുണ്ട്. എന്നാൽ അവരെ എല്ലാവരെയും മുന്നോട്ട് നയിച്ചത് ഒരു വെളിച്ചമാണ്, ഒരു ചെറിയൊരു വെളിച്ചം. ആ ഒരു വെളിച്ചം എന്നെങ്കിലും തങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസം മാത്രമാണ്. അതിൻ്റെ എല്ലാത്തിൻ്റെയും അവസാനം എത്തിയിരിക്കുന്നത് വളരെയധികം സന്തോഷപൂർവ്വമായിട്ടുള്ള ഒരു കുടുംബ ജീവിതത്തിലേക്കുമാണ്. ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച വീണ്ടും പച്ചവെള്ളം കണ്ടാൽ പോലും ഒന്ന് മടിക്കും എന്ന് തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു രണ്ടാമത്തെ പ്രവാസ ജീവിതത്തിലേക്കുള്ള നമ്മുടെ നജീബിക്കയുടെ യാത്രയ്ക്ക് മുന്നേയും ഉണ്ടായിരുന്നത്. ആദ്യത്തെ ജീവിതം വളരെയധികം ദുഃഖപൂർണ്ണമായിരുന്നു, ദുരിതപൂർണ്ണമായിരുന്നു. 2.5 വർഷത്തോളം കാലം മരുഭൂമിയിൽ ആ മണലിൽ തൻ്റെ ജീവിതം ഹോമിക്കേണ്ടതായിട്ട് വന്നിരുന്നു നജീബിക്കയ്ക്ക്. എന്നാൽ അതിനുശേഷം രണ്ടാമതൊരു തിരിച്ചുപോക്ക് പ്രവാസ ജീവിതത്തിലേക്ക് ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം അദ്ദേഹം ഒന്ന് മനസ്സിന് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. എന്നാൽ തൻ്റെ കുടുംബത്തിന് വേണ്ടി, തൻ്റെ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അദ്ദേഹം ആ ഒരു പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കുകയായിരുന്നു വീണ്ടും തൻ്റെ ലൈഫിലേക്ക്. അങ്ങനെ ഞാൻ പിന്നെ 5 വർഷം നാട്ടിൽ നിന്ന് കഴിഞ്ഞ് പിന്നെ എൻ്റെ അളിയൻ, ഭാര്യയുടെ ആങ്ങള ഇതേപോലെ അളിയൻ ഇങ്ങനെ നിന്നാലും അങ്ങനെ കൂലിപ്പണി കൊണ്ടൊന്നും നടക്കത്തില്ലല്ലോ, ഒരു വീട് എവിടെങ്കിലും ജനസൻ സ്ഥലം മേടിച്ച് വീടൊക്കെ വെക്കണ്ടേ. അങ്ങനെ അളിയനായിട്ടൊരു ഫ്രീ വിസ അയച്ചു തന്നത് കൊണ്ട് മാത്രമാണ് ഈ കഥയിലേക്ക് പോകാനുള്ളൊരു കാരണമായത്. അങ്ങനെ അത് പോയതുകൊണ്ട് 20 വർഷം അവിടെ ജോലി ചെയ്ത് സന്തോഷത്തോട് കഴിഞ്ഞ് പിന്നെ അത് 5 പ്രാവശ്യം നാട്ടിൽ വന്ന്, 5 10 പ്രാവശ്യത്തോളം 8-10 പ്രാവശ്യം നാട്ടിൽ വന്നു. എന്നിട്ട് പിന്നെ ഈ 5 സ്ഥലവും ഈ ഒരു വീടും എൻ്റെ മകളെ കല്യാണം കഴിച്ച് ഇത്രയും വർഷങ്ങൾ പിന്നെ ഞങ്ങളിപ്പോൾ അത് സുഖത്തെ ഇങ്ങനെ ഇവിടെ കൂലിപ്പണി ചെയ്ത് ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. ഈ രണ്ടാമത്തെ പോക്കിൽ അല്ലെങ്കിൽ രണ്ടാമത് പോകുന്ന ആ ഒരു വഴിക്ക് തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ തനിക്ക് നഷ്ടമായോ അതെല്ലാം തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു ആത്മവിശ്വാസം മാത്രമായിരുന്നിരിക്കണം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുക. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിലൂടെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എന്തെങ്കിലും അദ്ദേഹം നേടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയായിരിക്കണം. എന്തായാലും അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ആ ഒരു പ്രവാസ ജീവിതം അദ്ദേഹത്തിന് നഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയില്ല, മറിച്ച് ഗുണങ്ങളും നന്മകളും മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ലൈഫിലൂടെ തന്നെ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. എന്തായാലും നജീബിക്കയുടെ ഈ ഒരു ആഗ്രഹം, അതായത് സ്വന്തമായി നല്ല വഴിയോട് കൂടിയ ഒരു വസ്തുവും വീടും വേണം എന്നുള്ള ഒരു ആഗ്രഹം, അതും ഉടൻ തന്നെ സഫലമാകട്ടെ എന്ന് നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ആശംസിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം.